ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മെഡിക്കൽ ടെസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കോഡ്സൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഡെങ്കി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ടോർണിക്വറ്റ് ടെസ്റ്റ്. എന്താണ് ടോർണിക്വറ്റ് ടെസ്റ്റ് കേട്ടോ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഡെങ്കി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ടോർണിക്വറ്റ്. എങ്ങനെ കണക്ട് ചെയ്യുന്നത്? നമുക്ക് ടോർണിക്വറ്റ് എന്ന് പറയുമ്പോണ്ടല്ലോ TOUR അല്ലേ, നമ്മുടെ ട്യൂറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ട്യൂറ് പോകുന്നത് ഒരു ഗുഹയിലേക്കാണെന്നോ ഡെൻ എന്നുള്ള രീതിയിൽ എടുക്കാമല്ലോ അല്ലേ, ഗുഹ ഡെന്നായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെങ്കി കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ടൂറിനൊക്കെ പോകുന്ന സമയത്ത് വഴിയിൽ മങ്കീനെ കണ്ടു എന്നുള്ള രീതിയിൽ ഡെങ്കി മങ്കി അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. എന്തായാലും തെറ്റിക്കരുത്. ഡെങ്കി ഫീവർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ടോർണിക്വറ്റ് ടെസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. ഡിഫ്തീരിയയുടെ ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഷിക് ടെസ്റ്റ് കേട്ടോ? ഡിഫ്തീരിയ. ഓക്കെ, അപ്പം ഷിക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് CHICK ചിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചിക്ക് അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്, കറിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഡിഫ്തീരിയനകത്തുള്ള DIP കേട്ടോ, ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫ്തീരിയ ഷിക് ടെസ്റ്റാണ്. അടുത്ത് നോക്കാം. സ്കാർലറ്റിൻ്റെ ടെസ്റ്റാണ് ഡിക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിക്ക് ടെസ്റ്റ്? DICK കേട്ടോ. അപ്പം ഡിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാറിൻ്റെയൊക്കെ ഡിക്കി ആലോചിക്കാം അല്ലേ. എന്തിൻ്റെ ഡിക്കിയാണ്? കാറിൻ്റെ. അപ്പോൾ കാറുള്ള നമ്മുടെ സ്കാർ. ഓക്കെ, സ്കാർലറ്റ്, അതിനകത്ത് കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. സ്കാർലറ്റിൻ്റെ ടെസ്റ്റ് ഏതാണ്? ഡിക്ക് ടെസ്റ്റ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. അസിറ്റോൺ ഇൻ യൂറിൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് റോദേഴ്സ് ടെസ്റ്റ്. എന്താണ് റോദേഴ്സ് ടെസ്റ്റ്? അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, വിയറ്റ്നാം കോളനി ഫിലിമിനകത്തൊരു റാവുത്തർ ഇല്ലേ അല്ലേ. ആ റാവുത്തർ എന്നൊക്കെ പറയുന്നത് അതിനകത്തുള്ളൊരു ഡോൺ പോലെ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അല്ല, ഒരു ഡോൺ ആയിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡോൺ എന്ന് പറയുന്ന പോലെ തന്നെ അസിറ്റോൺ കേട്ടോ, ഡോൺ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റോദർ എന്ന് പറയുമ്പോൾ റാവുത്തറിനെ ആലോചിക്കുക. അപ്പം റോദേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് അസിറ്റോൺ ഇൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, റോദേഴ്സ് ടെസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. ബൈൽ സോൾട്ട് യൂറിൻ, അതിൻ്റെ ടെസ്റ്റിന് എന്താ പറയുന്നത്? ഹേ ടെസ്റ്റ് എന്നാണ് പറയുക. എന്താണ് ഹേ ടെസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഹൈ ബൈ എന്നുള്ള രീതിയിൽ എടുക്കുക. ഒരാൾ ഹൈ പറയുകയാണെങ്കിൽ മറ്റാൾ ബൈ പറയും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹൈ എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. ഹൈയും ബൈ ആണ് നമ്മുടെ BI വെച്ചിട്ടുള്ള ബൈൽ സോൾട്ട് യൂറിൻ. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈൽ സോൾട്ട് യൂറിൻ്റെ ടെസ്റ്റാണ് ഹേ ടെസ്റ്റ്. അതേസമയം ബൈൽ പിഗ്മെൻറ്റ് യൂറിൻ ആണെങ്കിൽ അവിടെ വരുന്ന ടെസ്റ്റ് സ്മിത്ത് ടെസ്റ്റാണ്. എന്താണ് സ്മിത്ത് ടെസ്റ്റ്? ഓക്കെ, അപ്പോൾ ബൈൽ സോൾട്ട് യൂറിൻ എന്ന് പറയുമ്പോൾ ഹേ ടെസ്റ്റാണ്, ബൈൽ പിഗ്മെൻറ്റ് യൂറിൻ എന്ന് പറയുമ്പോഴാണ് സ്മിത്ത് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇത് രണ്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പിഗ്മെൻറ്റ് എന്ന് പറയുമ്പോഴല്ലോ ബൈൽ പിഗ്മെൻറ്റ് യൂറിൻ, ഈ പിഗ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്മിത്ത് ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് സ്മിത്ത് എന്ന് പറയുമ്പം ഗോൾഡ് സ്മിത്തോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്മിത്തുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പം അവരുടെ പണീനകത്തൊക്കെ ഇങ്ങനെ പിഗ്മെൻറ്റ് ഇങ്ങനെ കറയൊക്കെ വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് സ്മിത്ത് ടെസ്റ്റാണ് ബൈൽ പിഗ്മെൻറ്റ് യൂറിനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിഗ്മെൻറ്റും ഇതും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണേ. ബൈൽ സോൾട്ട് യൂറിൻ എന്ന് പറഞ്ഞാൽ ഹേ ടെസ്റ്റ്, അതേസമയം ബൈൽ പിഗ്മെൻറ്റേഷൻ വരുന്നത് ഈ സ്മിത്തിൻ്റെ കേസിലാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. ബൈൽ പിഗ്മെൻറ്റ് യൂറിൻ വരുന്നത് സ്മിത്ത് ടെസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. യൂറിനിലെ ഗ്ലൂക്കോസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. അതറിയാലോ എല്ലാവർക്കും അല്ലേ. യൂറിനിലെ ഗ്ലൂക്കോസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? ബെനഡിക്ട് ടെസ്റ്റ്. അടുത്തത് സർക്കോഡോസിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് കെവിയം ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് കെവിയം ടെസ്റ്റ്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സർക്കോഡോസിസിൻ്റെ ടെസ്റ്റാണ് കെവിയം ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് കെവിയം എന്ന് പറയുമ്പോണ്ടല്ലോ, ഞാൻ ഈ KV എന്നുള്ള വാക്കെടുത്തേക്കാണ് കേട്ടോ. നമ്മൾ പറയില്ലേ KV സ്കൂൾ, കേന്ദ്രീയ വിദ്യാലയ. അപ്പോൾ KVയിൽ സാറാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഓക്കെ, സാർ എന്ന് പറയുമ്പോൾ സർക്കോഡോസിസ്. ഓക്കെ, അപ്പോൾ കെവിയം ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സർക്കോഡോസിസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ശ്വാസകോശത്തെയും നമ്മുടെ ലങ്സിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഈ പറഞ്ഞിട്ടുള്ള സർക്കോഡോസിസ് കേട്ടോ. അടുത്തത് കളർ വിഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇഷിയാര ടെസ്റ്റ്. ഏത് ടെസ്റ്റാണ്? ഇഷിയാര ടെസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇഷിയാര എന്ന് പറയുമ്പോണ്ടല്ലോ അതിനകത്ത് ആര എന്നുള്ളൊരു വാക്കില്ലേ, ആര. അപ്പോൾ ആര എന്ന് പറയുമ്പോൾ നമുക്ക് വിഷനുമായിട്ട് നമ്മുടെ കാഴ്ചയായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ കളർ വെച്ചിട്ടാണ് നമ്മൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കണേ. ഓരോരുത്തർ ഇടുന്ന ഡ്രസ്സിൻ്റെ കളറും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണേ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കളർ വിഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? ഇഷിയാര ടെസ്റ്റ്. അതേസമയം ഉണ്ടല്ലോ
ഡിസ്റ്റൻസ് വിഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് സ്നെല്ലൻ ചാർട്ട് ടെസ്റ്റ്. ഏതാണ്? സ്നെല്ലൻ ചാർട്ട് ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഡിസ്റ്റൻസ് വിഷൻ കേട്ടോ. അപ്പം ഒരു കുറച്ച് ദൂരെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാറില്ലേ ഏത് ആൽഫബറ്റാ ഏത് നമ്പറാന്നൊക്കെ ചോദിക്കാറില്ലേ, അതേപോലത്തെ ഒരു ടെസ്റ്റിന് ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് സ്നെല്ലൻ ചാർട്ട് ടെസ്റ്റ്. എന്താണ് സ്നെല്ലൻ ചാർട്ട് ടെസ്റ്റ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഡിസ്റ്റൻസ് വിഷൻ. മറ്റ് കളർ വിഷനാണ് കേട്ടോ. കളർ വിഷൻ്റെ ആണ് ഇഷിയാര ടെസ്റ്റ്. ആരാന്നുള്ളത് നമ്മൾ ഡ്രസ്സിൻ്റെ കളറൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. കളർ വിഷൻ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വേഗം റിവൈസ് ചെയ്യാം. ടോർണിക്വറ്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടൂർ പോകുമ്പോൾ മങ്കീനെ കാണുന്ന ആലോചിക്കുക, അപ്പോൾ ഡെങ്കി, അല്ലെങ്കിൽ ടൂർ പോകുന്നത് ഡെന്നകത്താണ്, അപ്പോൾ ഡെന്ന് കിട്ടി. ഷിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്ക് ആലോചിക്കുക, ചിക്കനെ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിക്കും, അപ്പോൾ ഡിഫ്തീരിയ കിട്ടി. ഡിക് ടെസ്റ്റ് സ്കാർലറ്റ് ആണ്, ഡിക്കി എന്ന് പറയുമ്പോൾ കാർ ആലോചിക്കുക, അപ്പോൾ അത് കിട്ടി. റോദേഴ്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാവുത്തറിന് ആലോചിക്കുക, അപ്പോൾ ടോൺ കിട്ടും, അസിറ്റോൺ കിട്ടും. പിന്നെ ഹേ ടെസ്റ്റ് എന്ന് പറയുന്നത് ബൈൽ സോൾട്ട് യൂറിൻ, അതേസമയം സ്മിത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത് ബൈൽ പിഗ്മെൻറ്റ് യൂറിൻ. അപ്പോൾ സ്മിത്ത് എന്ന് പറയുമ്പോൾ പിഗ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഹേ എന്ന് പറയുമ്പോൾ ഹായ് എന്നുള്ള രീതിയിൽ ഹായ് ബൈ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക, അപ്പോൾ ബൈൽ സോൾട്ട് യൂറിൻ കിട്ടും. പിന്നെ ബെനഡിക് ടെസ്റ്റ് നമ്മുടെ യൂറിനകത്തുള്ള ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കെവിഎം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കെവിയിലെ സാറാലോചിക്കും, അപ്പോൾ സർക്കോഡോസിസ് എന്നുള്ളത് നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇഷിയാര ടെസ്റ്റ് കളർ വിഷൻ ടെസ്റ്റാണ്. അതേസമയം സ്നെല്ലൻ ചാർട്ട് ടെസ്റ്റ് ഡിസ്റ്റൻസ് വിഷൻ ടെസ്റ്റാണ്. ഇത്രയൊക്കെയാണല്ലോ നമ്മൾ 10 പഠിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത 10 നോക്കാം കേട്ടോ. അടുത്തത് ഹിസ്റ്റമിൻ ടെസ്റ്റ്. ഹിസ്റ്റമിൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ലെപ്രസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുഷ്ഠരോഗം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? ഹിസ്റ്റമിൻ ടെസ്റ്റ്. ഏതാണ്? ഹിസ്റ്റമിൻ ടെസ്റ്റ്. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, ഹിസ്റ്റമിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഹിസ്റ്ററി ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ ലിറ്ററസി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ലിറ്ററസി ലെപ്രസി. അപ്പോൾ ഹിസ്റ്റമിൻ ടെസ്റ്റ് ലെപ്രസി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് കേട്ടോ. അടുത്തത് VDRL ടെസ്റ്റ് സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. സിഫിലിസ് എന്ന് പറയുന്ന ഒരു ലൈംഗിക രോഗമൊക്കെയാണ് കേട്ടോ. അപ്പോൾ VDRL ടെസ്റ്റ് എന്ന് പറയുന്നത് സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത് ആരെങ്കിലും നമ്മൾ വിഡ്ഢിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, വിഡ്ഢിയാണ് നമ്മുടെ വിഡ്ഢിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും. അപ്പോൾ ഫിലിസ് കേട്ടോ, സിഫിലിസ്. അപ്പോൾ VDRL ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ള് ഓർത്ത് വയ്ക്കാവുന്ന രീതിയിലല്ല, നമുക്ക് എക്സാമിന് 4 ഓപ്ഷൻസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രീതിയിലാണ് കണക്ഷൻസൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് വായിച്ച് തന്നെ സെറ്റാക്കണേ. അപ്പോൾ VDRL ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സിഫിലിസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെസ്റ്റ് തന്നെയായിരിക്കും ട്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർട്ടിൻ്റെ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളത് അല്ലേ. ഹാർട്ടിൻ്റെ ഫംഗ്ഷനൊക്കെ കണ്ടുപിടിക്കാനുള്ളതാണ് ട്രെഡ്മിൽ അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റ് കേട്ടോ. അടുത്തത് ട്രിപ്പിൾ ടെസ്റ്റ് ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ട്രിപ്പിൾ ടെസ്റ്റ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം അല്ലേ. ട്രിപ്പിൾ ടെസ്റ്റ് നമുക്ക് 3 ടെസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ദിവസം നമുക്കിപ്പോൾ കോളേജിലോ സ്കൂളിലൊക്കെ ഒരു 3 ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആകെ ഡൗൺ ആവും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രിപ്പിൾ ടെസ്റ്റ് ഡൗൺ സിൻഡ്രോം എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. അബ്നോർമൽ ആയിട്ടുള്ള സെൽ ഡിവിഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ജനറ്റിക് ഡിസോർഡറാണ് ഈ പറഞ്ഞിട്ടുള്ള ഡൗൺ സിൻഡ്രോം എന്ന് കേട്ടോ. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഡൗൺ സിൻഡ്രത്തിൻ്റെ ടെസ്റ്റ് ഏതാണ്? ട്രിപ്പിൾ ടെസ്റ്റ്. അടുത്ത് നോക്കാം ഫാലൻ അല്ലെങ്കിൽ ടിനൽ ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? കാർപ്പൽ ടണൽ സിൻഡ്രോമിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഫാലൻ അല്ലെങ്കിൽ ടിനൽ ടെസ്റ്റ് കേട്ടോ. അപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോം, ടണൽ എന്ന് പറയുന്ന പോലെ തന്നെ തിനൽ. ഓക്കെ, അപ്പോൾ തിനൽ ടെസ്റ്റ് കാർപ്പൽ ടണൽ സിൻഡ്രോമിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ ടണൽ ടിനൽ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ കാർപ്പൽ എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ കാറിൽ നിന്ന് ഫോൾ ചെയ്തു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാലൻ ഫോൾ ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഫാലനും അതുപോലെ തന്നെ ടിനൽ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കാർപ്പൽ ടണൽ സിൻഡ്രോമത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഫാലൻ അതുപോലെ തന്നെ ടിനൽ ടെസ്റ്റ്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ നെർവ്സിൻ്റെ പ്രഷർ കാരണം ഉണ്ടാകുന്ന രോഗമാണ്. നമ്മുടെ കൈക്കും ഒക്കെ ഈ മരവിപ്പും അതുപോലെ തന്നെ പെയിനൊക്കെ വരുന്ന ഒരു രോഗമാണ് കേട്ടോ കാർപ്പൽ ടണൽ സിൻഡ്രോം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് TBയുടെ ടെസ്റ്റാണ് മാൻട്രോക്സ് അല്ലെങ്കിൽ ടൈൻ അല്ലെങ്കിൽ TST. ഏതൊക്കെയാണ്? മാൻട്രോക്സ്, ടൈൻ, TST. എന്തിനു വേണ്ടിയിട്ടുള്ളത്? TB അല്ലെങ്കിൽ ട്യൂബർക്യുലോസിൻ്റെ ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം അല്ലേ. ട്യൂബർക്യുലോസിസ് എന്ന് പറയുമ്പോൾ ട്യൂബൊക്കെ നമ്മൾ വീടിൻ്റെ മണ്ടയിലാണ് ഇടണേന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. മണ്ടേ, അപ്പോൾ മാൻട്രോക്സ് ആയിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ട്യൂബ് ഇടാൻ ഒരു പ്രത്യേകിച്ച് ടൈം ഉണ്ടല്ലോ. നമ്മൾ മിക്കവാറും രാത്രിയൊക്കെയല്ലോ ട്യൂബ് ഓൺ ചെയ്യുക. അപ്പോൾ ടൈം വെച്ചിട്ട് നമുക്ക് ടൈൻ ആലോചിക്കാം. ഓക്കെ, ടൈൻ. പിന്നെ ട്യൂബ് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലേ. സ്വിച്ചൊക്കെ ഓൺ ചെയ്ത് ട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ നമുക്ക് TST ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ട്യൂബർക്യുലോസിൻ്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? മാൻട്രോക്സ്, ടൈൻ, TST. ഓക്കെ, അപ്പോൾ ട്യൂബ് ഇടുന്നത് മണ്ടയിലാണ്, അപ്പോൾ മാൻട്രോക്സ്. പിന്നെ ഒരു പ്രത്യേക ടൈമിലാണ് ടൈൻ. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കും TST. കിട്ടിയല്ലോ. അടുത്തത്
പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ്റെ ടെസ്റ്റാണ് ബാങ്കിൾ ടെസ്റ്റ്. ഏത് ടെസ്റ്റാണ്? ബാങ്കിൾ ടെസ്റ്റ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൾ ഊരിപ്പോരില്ല എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. കൈക്കൊക്കെ അത്യാവശ്യം വണ്ണൊക്കെ ഉണ്ടായിട്ട് ബാങ്കിൾ ഊരിപ്പോരില്ല എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ്റെ ടെസ്റ്റ് ഏതാണ്? ബാങ്കിൾ ടെസ്റ്റാണ് കേട്ടോ, ബാങ്കിൾ ടെസ്റ്റ്. അടുത്ത് നോക്കാം, ടെൻസിലൻ ടെസ്റ്റ്. ടെൻസിലൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? മയസ്തേനിയ ഗ്രാവിസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ടെനിസ്ലൻ ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മയസ്തേനിയ ഗ്രാവിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻസിലൻ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ ടെൻഷനായിട്ടൊക്കെ ഒന്ന് ആലോചിക്കാം. നമുക്ക് ടെൻഷനാണ്, എന്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടാ? മയ്യത്തിൻ്റെ കാര്യം ഓർത്തിട്ട് കേട്ടോ, മയ്യത്തിൻ്റെ കാര്യം ഓർത്തിട്ട് നമുക്ക് ടെൻഷനാണെന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ടെൻസിലൻ ടെസ്റ്റ് മയ്യത്ത് എന്നുള്ള രീതിയിൽ മയാസ്താനിയ ഗ്രാവിസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. എന്താണ്? മയസ്താനിയ ഗ്രാവിസ്. മയസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ മസിൽസിനൊക്കെ വരുന്ന ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ഫാറ്റീക്കിനെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മയസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, മെനിഞ്ചൈറ്റിസ് ഇൻ ചിൽഡ്രൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് നീ കിസ് ടെസ്റ്റ്. എന്താണ്? നീ കിസ് ടെസ്റ്റ്. ഓക്കെ, അപ്പം മെനിഞ്ചൈറ്റിസ് ഇൻ ചിൽഡ്രൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? നീ കിസ് ടെസ്റ്റ് കേട്ടോ. അപ്പോൾ കുട്ടികൾ നമ്മൾ പറയില്ലേ, കുട്ടികളുടെ കവളിലൊന്നും കിസ് ചെയ്യരുത്, അവരുടെ കാലിൽ ഒക്കെ കിസ് ചെയ്യാന്നുള്ള രീതിയിലൊന്നും ഓർക്കുക കേട്ടോ. അപ്പോൾ നീ കിസ് ടെസ്റ്റ് കുട്ടികളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കുട്ടികളിലെ മെനിഞ്ചൈറ്റിസ് ആണെന്നുള്ള രീതിയിലും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. മെനിഞ്ചൈറ്റിസ് ഇൻ ചിൽഡ്രൻ ആണ് നീ കിസ് ടെസ്റ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം, വെരിസെല്ല. വെരിസെല്ലയുടെ ടെസ്റ്റാണ് സാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏത് ടെസ്റ്റാണ്? സാങ്ക് ടെസ്റ്റ് കേട്ടോ. വെരിസെല്ല എന്ന് പറയുമ്പോൾ വെരിസെല്ല വൈറസ് ഏത് അസുഖമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഏതാ? ചിക്കൻ ബോക്സ് ആണ് അല്ലേ. വെരിയോള ഏതായിരുന്നു? വെരിയോള എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ വെരിസെല്ല അതിൻ്റെ ടെസ്റ്റാണ് സാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാങ്ക് എന്ന് പറയുമ്പോൾ ടാങ്ക് എന്ന് ആലോചിക്കാം കേട്ടോ. ടാങ്ക്, ഈ ടാങ്കിലൊക്കെ വെള്ളം നമ്മളിങ്ങനെ വാരി കോരി എടുക്കണമെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. വാരി കോരി എടുക്കുക. അപ്പോൾ വാരി വെച്ചിട്ട് നമ്മുടെ വാരിസെല്ല കേട്ടോ, വാരിസെല്ലയാണ്. അപ്പോൾ സാങ്ക് ടെസ്റ്റ് വാരിസെല്ലയുടെയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ബോക്സിൻ്റെ ഒക്കെ ടെസ്റ്റ് വേണമെങ്കിൽ സാങ്ക് ടെസ്റ്റ് എന്ന് പറയാം. അടുത്ത് നോക്കാം, ടൈഫോയിഡിൻ്റെ ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ഏതാണ്? വൈഡൽ ടെസ്റ്റ് കേട്ടോ. ടൈഫോയിഡിൻ്റെ ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷർട്ടൊക്കെ ഇങ്ങനെ വൈഡായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈ കെട്ടുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷർട്ട് വൈഡായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈ കെട്ടുന്നു. ടൈഫോയിഡിൻ്റെ ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് കേട്ടോ. അടുത്തത് ടൈഫോയിഡ് ഫീവർ ആണെങ്കിൽ അതിൻ്റെ ടെസ്റ്റാണ് വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. ഏതാണ്? വെയിൽ ഫെലിക്സ് ടെസ്റ്റ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, നമ്മൾ ടൈ ഒക്കെ കെട്ടി വെയിൽ കൊണ്ട് നിൽക്കരുത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. ടൈഫോയിഡ് ഫീവർ ആണ്, കാരണം ഫീവർ വരും. ഓക്കെ, അപ്പോൾ ടൈഫോയിഡ് ഫീവറിൻ്റെ ടെസ്റ്റാണ് വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. ഏതാണ്? വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം, ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, അത് നമ്മുടെ IQ, അതിൻ്റെ ടെസ്റ്റാണ് ബിന്നെറ്റ് ടെസ്റ്റ്. ഏത് ടെസ്റ്റാണ്? ബിന്നെറ്റ് ടെസ്റ്റാണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റെ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റലിജൻ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ബിന്നും തന്നു, ഒരു നെറ്റും തന്നു എന്ന് വിചാരിക്കുക കേട്ടോ. ഒരു ബിന്നും ഉണ്ട്, ഒരു നെറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ IQ ടെസ്റ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ബിന്നെറ്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇൻ്റലിജൻസ് കോഷ്യൻ്റെ ടെസ്റ്റാണ് ബിന്നെറ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ടൈഫോയിഡിൻ്റെ വൈഡൽ ടെസ്റ്റാണ്. പിന്നെ ടൈഫോയിഡ് ഫീവർ ആണെങ്കിൽ വെയിൽ കൊള്ളാൻ പാടില്ല അല്ലേ. അപ്പോൾ വെയിൽ ഫെലിക്സ് ടെസ്റ്റാണ് ടൈഫോയിഡ് ഫീവർ. പിന്നെ ഇൻ്റലിജൻസ് കോഷ്യൻ്റെ ടെസ്റ്റാണ് ബിന്നെറ്റ് ടെസ്റ്റ്. അടുത്ത് നോക്കാം, കോളറയുടെ ടെസ്റ്റാണ് ഹാങ്ങിങ് ഡ്രോപ്പ് ടെസ്റ്റ്. ഏതാണ്? ഹാങ്ങിങ് ഡ്രോപ്പ് ടെസ്റ്റ് കേട്ടോ. ഏതിൻ്റെയാണ്? കോളറയുടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു സിനിമയിൽ ഈ കോളറൊക്കെ പിടിച്ച ഒരാളെങ്ങനെ തൂക്കിയിടുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഹാങ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോളറയുടെ ഹാങ്ങിങ് ഡ്രോപ്പ് ടെസ്റ്റാണ് കോളറ. അടുത്തത് പിൻ വോമിൻ്റെ ടെസ്റ്റാണ് ടേപ്പ് ടെസ്റ്റ്. ഓക്കെ, പിൻ വോമിൻ്റെ ടെസ്റ്റ് ഏതാണ്? ടേപ്പ് ടെസ്റ്റ്. നമ്മൾ പറയില്ലേ ടേപ്പ് വോം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ പിൻ വോം. ഓക്കെ, അപ്പോൾ ടേപ്പ് ടെസ്റ്റ് പിൻ വോമിൻ്റെ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ടേപ്പൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. എന്തായാലും ഓർത്ത് വെച്ചേക്കുക, ടേപ്പ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പിൻ വോമിൻ്റെ ടെസ്റ്റാണ് ടേപ്പ് ടെസ്റ്റ്. അടുത്ത് നോക്കാം, ക്യാൻസർ ഓഫ് സെർവിക്സ്, അതിൻ്റെ ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ്? പാപ്സ്മിയർ ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്യാൻസർ ഓഫ് സെർവിക്സിൻ്റെ ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസർ ഓഫ് സെർവിക്സ് പാപ്സ്മിയർ ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, ഈ സെർവിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ സർവീസായിട്ട് ആലോചിച്ചേക്കാം. നമ്മൾ സാധനങ്ങളൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കില്ലേ, അങ്ങനെ സർവീസായിട്ട് കണക്ട് ചെയ്തേക്കാണ് കേട്ടോ സെർവിക്സ്. അപ്പോൾ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ പപ്പയാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാണ്. അപ്പോൾ പാപ്സ്. ഓക്കെ, അപ്പോൾ പാപ്സ്മിയർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്? ക്യാൻസർ ഓഫ് സെർവിക്സ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ. അപ്പോൾ പപ്പ സർവീസിന് കൊടുത്തു എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം, CSF ലീക്കേജിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഹാലോ ടെസ്റ്റ്. ഏതാണ്? CSF ലീക്കേജിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഹാലോ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാലോജനൊക്കെ ആലോചിക്കാം അല്ലേ. ഹാലോജൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ഫ്ലൂറിനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ C ഉണ്ട് F ഉണ്ടെന്ന് ആലോചിക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു S കൂടി ഉണ്ട്. അപ്പോൾ CSF ലീക്കേജിൻ്റെ ടെസ്റ്റ് ഏതാണ്?
ഹാലോ ടെസ്റ്റ് കേട്ടോ, ഹാലോ ടെസ്റ്റ്, ഹാലോജൻ ആലോചിക്കാം. അടുത്ത് നോക്കാം ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഏതാ? SGOT, അതുപോലെ തന്നെ SGPT. ഓക്കെ, ലിവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? SGOT, അതുപോലെ തന്നെ SGPT. അപ്പോൾ നമുക്ക് SGOT എന്ന് പറയുമ്പോഴല്ലോ ഗോട്ട് എന്ന് ആലോചിക്കാം. നമ്മുടെ ആടിൻ്റെയൊക്കെ ലിവർ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗോട്ട് ആലോചിക്കുക, ലിവർ. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഏതാ? SGOTയും അതുപോലെ തന്നെ SGPT. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേക്കുക. അതേപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.